अल्हम्दुलिल्लाह नहमदुहु व नस्तईनुहु व नस्तगफिरुहु व नस्तहदीहि बिहि व नु'मिनु बिहि व नतवक्कलु अलैहि व नऊज़ु बिल्लाहि मिन शुरूरि अनफुसिना व मिन सय्यिआति अअमालिना मन यहदिहिल्लाहु फला मुदिल्ल लहु व मन युद्लिल्हु फला हादिय लहु وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സ്നേഹ സമ്പന്നരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധി വിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ഒരു ഖുതുബയിൽ ബന്ധങ്ങളിൽ മക്കളിൽ നിന്ന് രക്ഷിതാക്കൾക്ക് കിട്ടേണ്ട ബാധ്യതകളെ, അവകാശങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. പൊതുവെ രക്ഷിതാക്കൾക്ക് സന്തോഷമുണ്ടാകുന്ന ഒരു വിഷയമാണ് തങ്ങളുടെ മക്കളിൽ നിന്ന് തങ്ങൾക്ക് കിട്ടാനുള്ള അവകാശങ്ങൾ. അതൊക്കെ മക്കളെ ഒന്ന് കേൾക്കുക. അങ്ങനത്തെ വിഷയങ്ങളൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായും മുതിർന്ന ആളുകൾ ഇങ്ങനെ പരസ്പരം പറയും, മക്കളൊക്കെ കേൾക്കേണ്ട ഖുതുബ തന്നെ, മക്കളൊക്കെ മനസ്സിലാക്കേണ്ട വിഷയം തന്നെയായിരുന്നു എന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറയും. മക്കളുടെ മുമ്പിലൊക്കെ വെച്ചുകൊണ്ട് നേരിട്ടല്ലെങ്കിലും അവർ കേൾക്കെ പറയും, ഇന്നൊക്കെ കേൾക്കേണ്ട വിഷയം തന്നെയാണ്.
എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ മക്കളിൽ നിന്ന് കിട്ടാനുള്ള അവകാശങ്ങളെ കുറിച്ച് കൃത്യമായ ബോധം അവർക്കുണ്ടാകേണ്ടതുണ്ട് എന്ന ആ വിഷയങ്ങൾ അവർ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന ഒരാഗ്രഹം നമുക്കൊക്കെ ഉണ്ട്. സഹോദരങ്ങളെ, മക്കളെന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഹിബത്താണ്, അള്ളാഹുവിന്റെ സമ്മാനമാണ്. പരിശുദ്ധമായ പ്രകൃതത്താൽ, ശുദ്ധ പ്രകൃതിയിൽ യാതൊരു കളങ്കവുമില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച് നമ്മുടെ കൈകളിലേക്ക് ഭദ്രമായി ഏൽപ്പിച്ച അള്ളാഹുവിന്റെ മഹത്തായ ഒരു സമ്മാനമാണ് നമ്മുടെ മക്കള്. ആ മക്കളിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ള അവകാശങ്ങൾ ഉള്ളതുപോലെ തന്നെ ആ മക്കൾക്ക് അങ്ങോട്ടും ചില ബാധ്യതകൾ നമ്മുടെ മേൽ നിർബന്ധമാണ്. ഇങ്ങോട്ട് കിട്ടാനുള്ളത് അതേ രൂപത്തിൽ അങ്ങോട്ട് കൊടുക്കുകയും വേണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നമ്മളൊക്കെ മക്കളുടെ നന്മ ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഇന്നത്തെ കാലത്ത് സഹോദരിമാർക്ക് മക്കളെക്കുറിച്ച് അതിയായ വ്യാകുലതയാണ്. ഇന്നത്തെ സാഹചര്യങ്ങളിൽ മക്കള് വഴിതെറ്റിപ്പോകുമോ, മക്കള് പിഴച്ച മാർഗത്തിലേക്ക് പോകുമോ എന്ന പേടിയും ബേജാറും എല്ലാവരുടെയും ഉള്ളിലുണ്ട്. പ്രത്യേകിച്ച് മാതാക്കളുടെ ഉള്ളിൽ. അധ്യാപകരായ ആളുകള്, മാതാക്കളായ ആളുകൾ മക്കളെക്കുറിച്ച് അധ്യാപകരെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്നതിനെ കുറിച്ച് ധാരാളമായി അവർ സംസാരിക്കുന്നു. ഉമ്മമാർക്ക് മക്കളെക്കുറിച്ച് പേടി കുറച്ച് കൂടിയിട്ടുണ്ട്. ശരിയാണ്, മാതാക്കൾക്കും പിതാക്കൾക്കും മക്കളെക്കുറിച്ചുള്ള പേടി അധികരിച്ചിട്ടുണ്ട് ഇന്നത്തെ കാലത്ത്. മക്കളുടെ ഭാവി ജീവിതത്തെക്കുറിച്ച്, മക്കളുടെ പ്രൊഫൈലിനെ കുറിച്ച് ബേജാറും വ്യാകുലതയും രക്ഷിതാക്കൾക്കുണ്ട്. പക്ഷേ ആ ഒരു ശ്രദ്ധ അത് അവരുടെ ഭൗതികമായ വിഷയത്തിലേക്ക് ഒതുങ്ങിപ്പോകുന്നുണ്ടോ എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മക്കൾ വഴിതെറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. മക്കളെ പിഴപ്പിക്കാനുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും ധാരാളം ഇന്ന് നമ്മുടെ നാടുകളിലുണ്ട്. ഇന്ത്യ എന്ന രാജ്യത്തെ അപേക്ഷിച്ച് ഇവിടെയുള്ള സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ കുറ്റവാളികളുള്ളത് നമ്മളൊക്കെ പ്രബുദ്ധമെന്ന് പറയുന്ന നമ്മുടെ കേരളത്തിലാണെന്ന് പറയുമ്പോ നമ്മളൊന്ന് അതിയായ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതുണ്ട്. കൊലപാതകവും അക്രമവും നിസ്സാരമായി കൊണ്ടു നടക്കുന്ന ആളുകൾ അല്ലെങ്കിൽ സമൂഹം, അതിൽ കുട്ടികൾക്ക് അതിനോട് പ്രത്യേകമായ ഒരു താല്പര്യം. ഇംഗ്ലണ്ടിൽ 4 വയസ്സുള്ള ചെറിയൊരു കുട്ടിയെ തൻ്റെ ജന്മദിനത്തിന്റെ തലേ ദിവസം ഒരു വീട്ടിലേക്ക് കൊണ്ടുപോയി ആ കുട്ടിയുടെ കഴുത്ത് നെരിച്ച് കൊന്നത് 11 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണെന്ന് പറയുമ്പോ പിഞ്ചുമക്കളെ നിഷ്ഠൂരമായി കൊല ചെയ്യുക എന്നുള്ളത് 8 വയസ്സുകാരനായ ഒരു കുട്ടിക്ക് ഹരമായി മാറിയത് വാർത്തകളിൽ നിറഞ്ഞു നിന്നതാ. ഇതൊക്കെ സമൂഹത്തിൽ നടക്കുന്നതാണ്. തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരാത്ത മാതാവിനെ നിഷ്ഠൂരമായി കൊല ചെയ്യാൻ മടിക്കാത്ത മക്കളുള്ള സമൂഹം, മക്കൾ നിലനിൽക്കുന്ന കാലഘട്ടം നമ്മുടെ പരിസരങ്ങളിലൊക്കെ, നമ്മുടെ ചുറ്റുഭാഗത്തൊക്കെ ഈ വാർത്തകളുണ്ട്, ഈ വാർത്തകൾ എത്തിയിട്ടുണ്ട്, ഈ സംഭവങ്ങളുണ്ട്. സഹോദരന്മാരെ, ഇങ്ങനെയുള്ള ഈ ഒരു സാഹചര്യം വരുമ്പോ നമ്മൾ മക്കളെ കുറിച്ച് ആവലാതിപ്പെടാറുണ്ട്, വ്യാകുലപ്പെടാറുണ്ട്. പണ്ഡിതന്മാരോട്, അധ്യാപകരോട് നമ്മൾ മക്കളെ കുറിച്ചുള്ള നമ്മളുടെ ആ പേടി അറിയിക്കാറുണ്ട്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരികയാണ്. ജാഅ റജുലുൻ ഇലാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു.
ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ ഇങ്ങനെ വന്നു. യഷ്കു ഉഖൂഖ ഇബ്നിഹി, തന്റെ മകന്റെ ധിക്കാരത്തെ കുറിച്ച്, തന്റെ മകന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച്, തന്നോട് മകൻ കാണിക്കുന്ന അക്രമങ്ങളെ കുറിച്ച്, ധിക്കാരങ്ങളെ കുറിച്ച് ആവലാതിപ്പെട്ടുകൊണ്ടാണ് ഈ രക്ഷിതാവ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് വന്നത്. പരാതി പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു മകനെ വിളിച്ചു. വാപ്പ മകനെ കുറിച്ച് പരാതി പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു മകനെ വിളിച്ചു കൊണ്ടുവന്നു. മകനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് മകനോട് പറഞ്ഞു, നിന്റെ വാപ്പ നിന്നെ കുറിച്ച് ഇന്നാലിന്റെ പരാതികളൊക്കെ പറയുന്നുണ്ട്, എന്താണ്? മകൻ തിരിച്ചു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, യാ അമീറൽ മുഅ്മിനീൻ, അലൈസ ലിൽ വലദി ഹുഖൂഖുൻ അലാ അബീഹി, ഒരു കുട്ടിക്ക് തന്റെ രക്ഷിതാവിൽ നിന്ന് കിട്ടാനുള്ള ചില ഹക്കുകള്, ചില അവകാശങ്ങളില്ലേ എന്ന് ചോദിച്ചു. എന്തിനാ വാപ്പ പോയത്? മകൻ തന്നെ അനുസരിക്കുന്നില്ല, തനിക്കുള്ള അവകാശങ്ങൾ വകവെച്ചു തരുന്നില്ല എന്ന് പരാതിയുമായി ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കിലേക്ക് പോയതാ വാപ്പ. പരാതിയായിട്ട് വന്നപ്പോ മകനെ വിളിച്ചുകൊണ്ട് കാര്യം അന്വേഷിച്ചപ്പോ മകൻ തിരിച്ചു ചോദിക്കുക, അല്ല ബാപ്പാക്ക് മക്കളോട് ചില ബാധ്യതകളൊക്കെ അല്ലേ അമീറുൽ മുഅ്മിനീൻ എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഈ മകൻ ചോദിച്ചു എന്നാ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതേ ഉണ്ട്. ഫഅജാബ ഉമറു ബലാ, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതേ ചില അവകാശങ്ങളൊക്കെ ഉണ്ട്. മകൻ ഉടനെ തന്നെ പറഞ്ഞു, എന്റെ വാപ്പ ഈ അവകാശങ്ങളൊന്നും എനിക്ക് വകവെച്ചു തന്നിട്ടില്ല. എനിക്ക് തന്നത് എൻ്റെ ഉമ്മ നല്ലവളായ ഒരു സ്ത്രീയല്ല. എൻ്റെ ഉമ്മ മജൂസിയായ ആളുകൾക്ക് വേണ്ടി പാദസേവ ചെയ്യുന്നവരായ ഒരു സ്ത്രീയാണ് എൻ്റെ ഉമ്മ. വലം യഹ്സിനിസ്മഹു, ആ ബാപ്പ ഈ കുട്ടിക്ക് നല്ലൊരു പേരിട്ടിട്ടില്ല. ജാല് എന്ന പേരിട്ടത്, വണ്ട് എന്നർത്ഥം വരുന്ന ഒരു പേര്. മകനിട്ട പേര് നല്ലൊരു പേരല്ല, നാലാളെ മുന്നിൽ പറയാൻ പറ്റില്ല, നല്ലൊരു മാന്യമായ പേര് വാപ്പട്ടിട്ടില്ല. വലം യുഅല്ലിംഹുൽ ഖുർആൻ, ആ ബാപ്പ ഈ കുട്ടിക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. 3 വിഷയ പറഞ്ഞത്. ഒന്ന്, ഉമ്മ ശരിയില്ല. രണ്ടാമത്തത് പേര് മോശാണ്. മൂന്നാമതോ കുട്ടിയെ ദീന് പഠിപ്പിച്ചിട്ടില്ല. ഫഖാല ഉമർ ലിൽ അബ്, ഉമർ റളിയല്ലാഹു അൻഹു ബാപ്പാന്റെ അടുത്തേക്ക് തിരിഞ്ഞിട്ട് പറഞ്ഞു, ജീത തശ്കു ഉഖൂഖ ഇബ്നിക്, എന്റെ കുട്ടിന്റെ പരാതിയുമായിട്ടാ, കുട്ടിനെ കുറിച്ച് പരാതിയും പറഞ്ഞിട്ടാ നീ വന്നത്. വഖദ് അഖഖ്തഹു ഖബ്ല അൻ യുഖ്തിഖ, ആ കുട്ടി നിന്നോട് ധിക്കാരം അല്ലെങ്കിൽ നിന്നെ ധിക്കരിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ കുട്ടി നിന്നോടുള്ള അവകാശങ്ങള് പൂർത്തീകരിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ചെയ്യുന്നതിന് മുമ്പ് കുട്ടിക്കുള്ള അവകാശങ്ങൾ കൊടുത്തിട്ടില്ലല്ലോ എന്ന് ബാപ്പാനോട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്നാണ്. നമുക്കൊക്കെ പരാതി ഉണ്ട്, നമ്മുടെ മക്കള് നമ്മൾ അംഗീകരിക്കുന്നില്ല, നമുക്കുള്ള അവകാശങ്ങൾ വകവെച്ചു തരുന്നില്ല എന്നുള്ളത് ഇല്ലേ? നമ്മളെപ്പോലെ പരാതിയുമായി വന്ന മനുഷ്യനോട് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നിനക്ക് കിട്ടുന്നതിന് മുമ്പ് നീ അങ്ങോട്ട് കൊടുക്കേണ്ടത് നീ കൊടുത്തിട്ടില്ലല്ലോ, എന്റെ കുട്ടിക്ക് കൊടുക്കാനുള്ള അവകാശങ്ങള് നീ കൊടുത്തിട്ടില്ലല്ലോ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ഈ വാപ്പാനോട് പറഞ്ഞു. സാധാരണ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇടയ്ക്കിടയ്ക്ക് സാധാരണയായി പറയുമായിരുന്നു എന്ന, ഇന്നലിൽ വാലിദി മസ്ഊലുൻ അന്നിൽ വലദ്, ഒരു വാപ്പാക്ക് മകനെ കുറിച്ച് വാപ്പ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. വഇന്നൽ വലദ മസ്ഊലുൻ അനിൽ വാലിദ്, മകൻ വാപ്പയെ കുറിച്ചും ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നതാ, മകൻ ബാപ്പനെ കുറിച്ച്, രക്ഷിതാവിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും റബ്ബിന്റെ അടുക്കല്, രക്ഷിതാവോ മകനെ കുറിച്ചും ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു സൂചിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ മക്കളോട് നമുക്ക് ചില ബാധ്യതകളുണ്ട്. കുറച്ച് ഉത്തരവാദിത്തങ്ങൾ മക്കളുടെ വിഷയത്തിൽ നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ധാരാളമായി നമുക്ക് എണ്ണിപ്പറയാൻ സാധിക്കും. ഒന്നാമതായി നല്ലൊരു ഉമ്മയെ കൊടുക്കുക എന്നുള്ളതാണ്. നല്ലൊരു ഉമ്മയെ ആ കുട്ടിക്ക് കൊടുക്കുക എന്നുള്ളതാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുൻകഹുൽ മർഅതു ലി അർബഇൻ ലിമാലിഹാ വലിജമാലിഹാ വലിഅസ്ബിഹാ. സമ്പത്ത്, സൗന്ദര്യം, തറവാട്, ഈ വിഷയങ്ങളിലൊക്കെ പെണ്ണ് കല്യാണം കഴിക്കപ്പെടും. ഫൽഫർ ബിദാത്തിദ്ദീൻ, ഈ ദീനുള്ളത് എടുത്തിട്ടോ. തരിബത്ത് യദാക്, നിന്റെ ഇരു കരങ്ങളും നശിച്ചാലും ശരി. നോക്കുകള്, നല്ലൊരു കുടുംബം കെട്ടിപ്പടുക്കണമെങ്കിൽ, സംസ്കാര സമ്പന്നമായ ഒരു കുടുംബം ഉണ്ടാകണമെങ്കിൽ നല്ല ദീനുള്ള പെണ്ണിനെ കെട്ടണമെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഭൂരിഭാഗം ആളുകൾ നോക്കാറുള്ളത് ഓള സമ്പത്ത്, ഓള തറവാട്, ഓള സൗന്ദര്യം, ഇത് മൂന്നും നോക്കി കെട്ടും. എന്നിട്ട് കുടുംബം കുട്ടിച്ചോറായി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ന് സമൂഹം മാറിയിട്ടുണ്ട്. സഹോദരന്മാരെ, ഒരുപാട് ഉപദേശങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹവുമായി ബന്ധപ്പെട്ടത്. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നല്ലതിനെ നിങ്ങൾ തെരഞ്ഞെടുക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അടുത്തൊരു കാര്യം, ആ ജനിച്ചു വരുന്ന കുട്ടിക്ക് നല്ലൊരു പേരിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. പണ്ഡിതന്മാര് സൂചിപ്പിക്കുന്നത്, കാരണം ആ കുട്ടി യുനാദി ബിഹി ബൈനന്നാസ് ഫിദ്ദുനിയ, ദുനിയാവിലെ ജനങ്ങൾക്കിടയിൽ ആ പേര് കൊണ്ട അവൻ വിളിക്കപ്പെടുന്നത്. വയുനാദി ബിഹി യൗമൽ ഖിയാമ, പരലോകത്തും ആ പേര് കൊണ്ട് വിളിക്കപ്പെടുമെന്ന് പണ്ഡിതന്മാര് സൂചിപ്പിക്കുകയാണ്. അനസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറയുന്നത്, അദ്ദേഹം പറയും, നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം പറയും, ഖാലു, അവര് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഖദ് അലിംന ഹഖ്ഖൽ വാലിദ്, ഒരു കുട്ടിയുടെ ബാധ്യത എന്ന് പറഞ്ഞാൽ ബാപ്പാക്ക് കിട്ടാനുള്ള അവകാശങ്ങളെ ഞങ്ങൾക്കറിയാം. ഒരു വാപ്പയുടെ, രക്ഷിതാവിന്റെ ഹക്ക്, അവകാശങ്ങൾ ഞങ്ങൾക്കറിയാം. ഫമാ ഹഖ്ഖുൽ വലദ്, എന്ന കുട്ടിയുടെ അവകാശങ്ങൾ എന്താ എന്ന് ചോദിച്ചപ്പോ അയ്യുഹ്സിന ഇസ്മഹു, അവന്റെ പേര് നന്നാക്കുക എന്ന് പറഞ്ഞു റസൂല്. വയുഹ്സിന അദബഹു, അവന്റെ സംസ്കാരം നന്നാക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. നല്ല സംസ്കാരമുള്ളവരായി മാറ്റുക. തെർബിയത്തു, ദീനീപരമായ ഒരു തെർബിയത്ത് ആ മക്കൾക്കുണ്ടാക്കി കൊടുക്കുക. അള്ളാഹു പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, സ്വന്തം തടിയും മക്കളുടെ കുടുംബത്തിന്റെ തടിയും നരകത്തിൽ നിന്ന് കാത്തോളൂ എന്ന് അള്ളാഹ് സുബ്ഹാനഹു വ തആല വെറുതെ പറഞ്ഞതല്ല. നിങ്ങളുടെ തടിയും മക്കളുടെ തടിയും നരകത്തിൽ നിന്ന് കാത്തോളൂ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുകയാണ്. ഈ ആയത്തിനെ പണ്ഡിതന്മാര് വിശദീകരിക്കുന്നിടത്ത് നമുക്ക് കാണാൻ സാധിക്കും, അദ്ദിബൂഹും വഅല്ലിമൂഹും, അവരെ നിങ്ങൾ അദബുള്ളവരാക്കി, സംസ്കാരമുള്ളവരാക്കി മാറ്റുക, അവരെ നിങ്ങൾ പഠിപ്പിക്കുക, ദീന് പഠിപ്പിക്കുക എന്ന് പണ്ഡിതന്മാര് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പഠിപ്പിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. മക്കളെ നല്ല സംസ്കാരത്തിന്റെ ആളുകളാക്കി മാറ്റുക. സദ്ഗുണ സമ്പന്നരായ, ദുഷ്പ്രവർത്തികളിൽ നിന്ന് മാറി നിൽക്കുന്ന, കൃത്യമായി ആരാധനകൾ നിലനിർത്തുന്ന ആളുകളായി നമ്മുടെ മക്കളെ നമ്മൾ മാറ്റി തീർക്കേണ്ടതുണ്ട്. സഹോദരന്മാരെ, ആ മക്കളുടെ പഠനത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, മക്കളുടെ ഭൗതിക പഠനത്തെക്കുറിച്ച് നമ്മൾ വ്യാകുലപ്പെടുന്നു. അധ്യാപകരോട് നിരന്തരം നമ്മൾ ചോദിക്കുന്നു, നിരന്തരമായി നമ്മൾ ചോദിക്കുന്നു, ഇല്ലേ? തുടക്കത്തിൽ നമ്മൾ കേട്ട ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നുകൊണ്ട് പരാതി പറഞ്ഞ മനുഷ്യൻ, ആ മനുഷ്യന്റെ മകൻ ആ പിതാവിനെ കുറിച്ച് തിരിച്ച് ഖലീഫയോട് പറയുന്ന മറുപടി എന്താ? എന്റെ ബാപ്പന്നെ ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതാ. നമ്മളൊക്കെ ആലോചിക്കുക, ഇത് ഓരോന്ന് കേൾക്കുമ്പോഴുണ്ടല്ലോ, നമുക്കൊക്കെ മക്കളുണ്ടല്ലോ, ഒന്ന് ആലോചിച്ച് നോക്കുക, എന്റെ കുട്ടിക്ക് ഞാൻ ഇത് കൊടുത്തിട്ടുണ്ടോ? എന്റെ മക്കളിൽ നിന്ന് എനിക്ക് കിട്ടാനുള്ള അവകാശങ്ങളെ കുറിച്ച് കേൾക്കുമ്പോ സന്തോഷിക്കുന്ന, ആ അവകാശങ്ങള് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മുടെ മക്കൾക്ക് നമ്മൾ അങ്ങോട്ട് കൊടുക്കാനുള്ള അവകാശങ്ങൾ കേൾക്കുമ്പോ ഞാനത് കൊടുത്തിട്ടുണ്ടോ? ആ ഉത്തരവാദിത്വം നിർവഹിച്ചവനാണോ ഞാനെന്ന് സ്വയം നമ്മളൊന്നിങ്ങനെ വിലയിരുത്തി നോക്കുക. മക്കൾക്ക് ദീന് പഠിപ്പിക്കുന്ന ഒരു അവസ്ഥ നമ്മൾക്കുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കുക. റസൂലിനോട് ചോദിക്കുന്നുണ്ട്, എന്താ അറിയോ?
അലിൽ വലദി അലൈനാ ഹഖ്ഖുൻ കഹഖ്ഖിനാ അലൈഹിം. മക്കളിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ളത് പോലെ മക്കൾക്ക് നമ്മളിൽ നിന്ന് അങ്ങോട്ട് വല്ലതും കിട്ടാനുണ്ടോ? നോക്ക് നിങ്ങൾ ചോദ്യം എന്താ ചോദിച്ചത് റസൂലേ? മക്കളിൽ നിന്ന് നമുക്കിങ്ങോട്ട് ബാധ്യതകൾ, അവകാശങ്ങൾ കിട്ടാനുള്ളത് പോലെ നമ്മളിൽ നിന്ന് മക്കൾക്ക് വല്ലതും കിട്ടാനുണ്ടോ? ഖാല നഅം. മറുപടി അതേ എന്നാണ്. എന്നിട്ട് പറയാ ഹഖ്ഖുൽ വലദി അലൽ വാലിദി അൻ യുഅല്ലിമഹുൽ കിതാബ വസ്സിബാഹ വറുമായ വഅൻ യൂരിസഹു ത്വയ്യിബ. ഒരു കുട്ടിക്ക് ബാപ്പാന്റെ അടുത്ത് നിന്ന് കിട്ടാനുള്ള അവകാശങ്ങളിൽ പറഞ്ഞപ്പോ യുഅല്ലിമഹുൽ കിതാബ, എഴുത്തും വായനയും ദീൻ, മതം പഠിപ്പിക്കുക, അറിവ് അവനെ പഠിപ്പിച്ചു കൊടുക്കുക. അതേ രൂപത്തിൽ നീന്തല് പഠിപ്പിക്കുക, കുന്തമേറ് പഠിപ്പിക്കുക. പിന്നെ ആ കുട്ടിക്ക് നല്ലത്, ത്വയ്യിബായത് ആ കുട്ടിക്ക് അനന്തരമാക്കി വെക്കുക. കട്ടും കൽബന വഞ്ചനയിലൂടെയും നേടിപ്പിടിച്ചത് മക്കൾക്ക് അനന്തരമാക്കി വെക്കാതെ പരിശുദ്ധമായ സമ്പത്ത് മക്കൾക്ക് അനന്തരമാക്കി വെക്കുക എന്ന് പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ കൃത്യമായ ദീന് അല്ലെങ്കിൽ വിജ്ഞാനം അവർക്ക് നമ്മൾ പഠിപ്പിച്ച് കൊടുക്കേണ്ടതുണ്ട്. ഇല്ല എങ്കിൽ അത് നമുക്ക് പരലോകത്ത് ദോഷമായി മാറും. പണ്ഡിതന്മാര് സൂചിപ്പിക്കുന്നത് അന്നൽ വലിയ യംബഗി ലഹു തഅമ്മുല ഹാല സബിയ്യി വമാ ഹുവ മുസ്തഇദ്ദുൻ. മക്കളുടെ അവസ്ഥയെക്കുറിച്ച് നിരന്തരമായി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. മക്കളെക്കുറിച്ച് നിരന്തരമായി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെ ആ മക്കൾക്ക് നന്മക്ക് വേണ്ടിയുള്ള അവരെ നന്മയുടെ മാർഗത്തിൽ നമ്മൾ വഴി നടത്തേണ്ടതിന് ആ മക്കളെ നന്മയിൽ നമ്മൾ സഹായിക്കേണ്ടതുണ്ട്. നന്മയിൽ മക്കളെ നമ്മൾ സഹായിക്കേണ്ടതുണ്ട്. സഹോദരന്മാരെ, നമ്മളൊക്കെ ആലോചിച്ച് നോക്കുക, ഈ ഒരു അവസ്ഥ നമുക്കൊക്കെ ഉണ്ടോ? നമ്മളൊക്കെ മക്കൾക്ക് ഭൗതികമായ കുറെ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു എന്നല്ലാതെ മക്കൾക്ക് കൃത്യമായ റബ്ബിനെ കുറിച്ചുള്ള ബോധം ആ മക്കൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ടോ? ആ മക്കൾക്ക് വേണ്ടി ദീനിയായ ഒരു രൂപം നമ്മൾ ഉണ്ടാക്കാറുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥ നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. മക്കൾക്ക് തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരവസ്ഥ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹം മക്കളെ വിളിച്ചുകൊണ്ട് പറഞ്ഞ ഒരു കാര്യം, ഇത് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഇലുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്. ലുഖ്മാൻ തന്റെ മക്കളെ ഉപദേശിക്കുകയാണ്. ആ മക്കളോട് അദ്ദേഹം പറയുകയാണ്, ലാ തുശ്രിക് ബില്ലാഹ്, മോനെ ശിർക്ക് ചെയ്യരുത് കേട്ടോ, മോനെ ശിർക്ക് ചെയ്യരുത്. ഇന്ന ശിർക ലളുൽമുൻ അളീം, ശിർക്ക് എന്നത് വലിയ പാതകമാണ് കേട്ടോ, ചെയ്യരുത് കേട്ടോ മോനെ എന്ന് ലുഖ്മാൻ തന്റെ മകനോട് ഉപദേശിച്ചത് ഖുർആൻ സൂചിപ്പിക്കുക. കഴിഞ്ഞോ? ഇല്ല. വീണ്ടും ഖുർആനിൽ നമുക്ക് വേറൊരു പ്രവാചകനെ കുറിച്ച് കാണാൻ സാധിക്കും. സൂറത്ത് ബഖറയിൽ അല്ലാഹ് ചോദിക്കുക, അം കുന്തും ശുഹദാ ഇദ് ഹലറ യാഖൂബൽ മൗത്ത്. യാഖൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന് മരണാസന്നനായ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താ? ഇത് ഖാല ലിബനീഹി, മക്കളോട് അദ്ദേഹം പറയുന്നു, മാ തഅബുദൂന മിൻ ബഅദി. മക്കളെ വിളിച്ചുകൊണ്ട് യാഖൂബ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ മരണാസന്നനായ സന്ദർഭത്തിൽ മക്കളോട് പറയുന്നു, ചോദിക്കുന്നു, മാ തഅബുദൂന മിൻ ബഅദി. ബാപ്പാന്റെ മരണശേഷം ബാപ്പ ഈ ദുനിയാവിൽ നിന്ന് വേർപെട്ടു പോയാൽ മക്കളെ നിങ്ങൾ ആരെയാ ആരാധിക്കുക? മാ തഅബുദൂന മിൻ ബഅദി, എന്റെ കാലശേഷം നിങ്ങൾ ആരെ ആരാധിക്കുക? മക്കൾ കൊടുക്കുന്ന മറുപടി എന്താ അറിയോ? ഖാലു, അവർ പറയുന്നു, നഅബുദു ഇലാഹക, ബാപ്പാ ഞങ്ങള് നിങ്ങളുടെ ഇലാഹിനെയാണ് ഞങ്ങൾ ആരാധിക്കുക. നഅബുദു ഇലാഹക വ ഇലാഹ ആബായിക, നിങ്ങളുടെ പിതാക്കന്മാരുടെ ഇലാഹ്,
ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ്. ആ വാപ്പാരുടെ പേരും ഇങ്ങനെ എണ്ണിപ്പറയാ. ഇലാഹം വാഹിദ എന്നോട് പറയാ, ഒരൊറ്റ ഇലാഹിനെ, ഏകദൈവ വിശ്വാസത്തിൽ അടിയുറച്ച് ഞങ്ങൾ ഉണ്ടാകും വാപ്പാ. വനഹ്നു ലഹു മുസ്ലിമൂൻ. ആ ഇലാഹിന് ഞങ്ങൾ കീഴ്പ്പെട്ടവരുമായിരിക്കും. നോക്ക് നിങ്ങള്, മക്കളെ വിളിച്ചുകൊണ്ട് പറയാം, മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. എന്ത്? ദീന്. നമ്മളൊക്കെ പഠിപ്പിക്കാറുണ്ട് മക്കളെ. ഭൗതിക വിദ്യാഭ്യാസത്തെ കുറിച്ച്, മക്കളുടെ ഭൗതികതയെ കുറിച്ച് നമുക്ക് ആകുലതയും വ്യാകുലതയും ഉണ്ട്. പക്ഷേ പരലോക ജീവിതത്തെ കുറിച്ച്, പരലോക വിശ്വാസത്തെ കുറിച്ച്, ദീനീപരമായ മക്കളുടെ അറിവിനെ കുറിച്ച്, വിജ്ഞാനത്തെ കുറിച്ച് നമ്മൾ അത്ര ഗൗരവമാക്കാറുണ്ടോ? നമ്മൾ ചിന്തിക്കുക. നമ്മൾ മുഖ്യമായി മക്കൾക്ക് കൊടുക്കേണ്ടത് ദീനീപരമായ കാര്യങ്ങളാണ്. അതുകൊണ്ടാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് മുറു അബ്നാഅകും ബിസ്സലാ സബ്അ സിനീൻ. നമ്മുടെ മക്കളെ 7 വയസ്സാകുമ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾ നമസ്കാരം ഉപദേശിക്കുക. നിങ്ങളുടെ മക്കളെ 7 വയസ്സാകുമ്പോൾ നിങ്ങൾ നമസ്കാരം ഉപദേശിക്കണം. വളിരിബൂഹും, ആ മക്കളെ നിങ്ങൾ അടിക്കണം. അലൈഹ, അതിന്റെ പേരിൽ 10 സിനീൻ, 10 വയസ്സായാൽ. 3 വയസ്സായാൽ ഉപദേശം തുടങ്ങുക. 7 വയസ്സായാൽ ഉപദേശം തുടങ്ങുക. 7, 8, പിന്നെ 8, 9, 10, 3 വയസ്സ്, 3 വർഷക്കാലം ആ മക്കളെ നിങ്ങൾ എന്ത് ചെയ്യാ? ഉപദേശിക്ക. 10 തികഞ്ഞാൽ നമസ്കാരവും കാര്യങ്ങളും ഇല്ല എങ്കിൽ അടിക്കണം. ഒന്ന് കൂട്ടി വെക്കുക. ഒന്ന് നമ്മൾ കൂട്ടി നോക്കുക. ഒരു വർഷം, 365 ദിവസമുള്ള ഒരു വർഷം, അതിനെ 5 കൊണ്ടൊന്ന് ഗുണിക്കുക. ഒരു ദിവസം 5 നേരം. എന്നിട്ട് കിട്ടുന്ന ഉത്തരത്തെ 3 കൊണ്ട്, 3 വർഷം ഒന്ന് ഗുണിച്ചു നോക്കുക. എത്ര കിട്ടും? അത്രയും വക്ത് മക്കളെ ഉപദേശിക്കാൻ പഠിപ്പിക്കുക അല്ലാഹ്. എന്നിട്ടും നന്നാകുന്നില്ലെങ്കിൽ അടിച്ച് നമസ്കരിപ്പിക്കണമെന്ന് നോക്കുക. നിങ്ങൾ മക്കളുടെ ദീനി വിദ്യാഭ്യാസത്തെ കുറിച്ച്, ദീനി ബോധത്തെ കുറിച്ച് അത്രയും സൂക്ഷ്മത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. മക്കളെ കുറിച്ച് നമ്മൾ നിരന്തരമായി റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. മക്കൾക്ക് വേണ്ടി, മക്കളുടെ ആ പരലോകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. സഹോദരന്മാരെ, നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഖുർറത അയുൻ, കൺകുളിർമ നൽകണേ എന്ന് അല്ലേ? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. മക്കളിലൂടെ കൺകുളിർമ നൽകണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? സഹോദരന്മാരെ, ഇതൊക്കെ മക്കൾക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാ. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മക്കൾക്ക് ദീനീബോധം ഉണ്ടാക്കുക. ഇപ്പൊ വെക്കേഷൻ സമയമാണ്. മക്കൾക്ക് ഒരുപാട് മതപഠന സംവിധാനങ്ങളുണ്ട്, വെക്കേഷൻ ക്ലാസ്സുകളുണ്ട്. നമ്മളൊക്കെ വീട്ടിൽ നിന്ന് മക്കൾ ഇതിനൊക്കെ പോകാറുണ്ടോ? അവർക്ക് അതിൽ പഠിപ്പിക്കാൻ മദ്രസ പഠനം, അത് സമയം കുറഞ്ഞാലും സ്കൂൾ സമയം നഷ്ടപ്പെടാൻ താല്പര്യമില്ലാത്തൊരവസ്ഥ. ഭൗതിക പഠനത്തിന് വേണ്ടി മതപഠനത്തെ മാറ്റിവെക്കുന്ന, അത് ചുരുക്കി 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 കൊണ്ടുവന്നാലും അതൊരു പ്രയാസമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സുകൾ മാറിയിട്ടുണ്ട് എങ്കിൽ സഹോദരന്മാരെ, ആ മക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ട അവകാശങ്ങൾ കൃത്യമായി അവർക്ക് കിട്ടേണ്ട സമയത്ത് നമ്മൾ കൊടുത്തിട്ടില്ല എങ്കിൽ ആ മക്കള് അവസാനം നമുക്കെതിരെ തിരിയുന്നൊരവസ്ഥ ഉണ്ടാകും. അവര് തോന്നിയ രൂപത്തിൽ അവര് ജീവിച്ചു പോവുകയും അവസാനം നമ്മൾ അതിന്റെ പേരിൽ ഖേദിക്കുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ മക്കൾ ചെറു പ്രായമാണ്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം മക്കൾക്ക് കൃത്യമായ ദിശാബോധമില്ലാതെ തോന്നിയ രൂപത്തിൽ പോകുന്നൊരവസ്ഥ ഉണ്ടാകും. കൂട്ടുകെട്ടുകൾ അങ്ങനത്തതാണ്. ഏത് സന്ദർഭത്തിലായാലും ആ റബ്ബ് കാണുമെന്ന ആ ഒരു ഭയം, ആ തൗഹീദ് ഉണ്ടല്ലോ, ആ തൗഹീദ് അത് അവരുടെ മനസ്സിലേക്ക് അങ്ങോട്ട് ഉറപ്പിച്ചു കൊടുക്കണം. അതാണല്ലോ ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം മക്കളോട് പറഞ്ഞത്. എന്താ പറഞ്ഞത്? മക്കളെ, അതൊരു അണുത്തൂക്കമുള്ള ഒരു കർമ്മം.
അതൊരു പാറക്കുള്ളിലാണെങ്കിലും ശരി, വിദൂര സ്ഥലങ്ങളിലാണെങ്കിലും ശരി, അല്ലാഹ് അത് കൊണ്ടുവരും കേട്ടോ. കണ്ടോ, മക്കൾക്ക് പഠിപ്പിച്ചെടുക്കണം. എന്ത്? അള്ളാഹു കാണുന്നുണ്ട്, അള്ളാഹു നമ്മെ അറിയുന്നുണ്ട് എന്ന ബോധം നമ്മൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇല്ല എങ്കിൽ ആ മക്കൾ വഴിതെറ്റിപ്പോവുകയും അവസാനം നമ്മൾ പരലോകത്ത് അതിൻ്റെ നഷ്ടക്കാരായി മാറുകയും ചെയ്യും. അള്ളാഹു അങ്ങനെയുള്ള നഷ്ടക്കാരിൽ നിന്ന് നമ്മളെ ഓരോരുത്തരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹ സമ്പന്നരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മക്കളെ വളർത്തുക എന്നുള്ളത് വളരെ ഗൗരവത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതെങ്ങനെയെങ്കിലും വളർന്നുകൊള്ളും എന്ന് വിചാരിച്ചുകൊണ്ട് തോന്നിയ രൂപത്തിലേക്ക് അവഗണിച്ച് വിടുക എന്നത് ഒരു വിശ്വാസിക്ക് ഭൂഷണമല്ല. ഒരങ്ങാടിയിലേക്ക്, ഒരാൾക്കൂട്ടത്തിലേക്ക് കുടുംബവുമൊത്ത് പോകുമ്പോൾ ആ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്ന ജാഗ്രത നിർദ്ദേശങ്ങളെക്കാൾ ഉപരിയായി ഈ ദുനിയവിയായ ജീവിതത്തിൽ പരലോക ജീവിതത്തെക്കുറിച്ച് നമ്മൾ അവർക്ക് ഉപദേശങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. മക്കളുടെ നന്മക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ലാ തദ്ഉ അലാ അൻഫുസികും വലാ തദ്ഉ അലാ ഔലാദികും. നിങ്ങൾ നിങ്ങൾക്കെതിരെയും നിങ്ങളുടെ മക്കൾക്കെതിരെയും നിങ്ങൾ പ്രാർത്ഥിക്കരുത്. വലാ തദ്ഉ അലാ അംവാലികും. നിങ്ങളുടെ സമ്പത്തിനെതിരെയും നിങ്ങൾ പ്രാർത്ഥിക്കരുത്. ലാ തുവാഫിഖു മിനല്ലാഹി സഅതൻ യുസ്അലു ഫീഹാ അതാ. അല്ലാഹുവിനോട് ഒരു സഹായം അല്ലെങ്കിൽ ഒരു കാര്യം ചോദിക്കുന്ന ആ ഒരു സന്ദർഭം യോജിച്ചു വരാതിരിക്കട്ടെ. ഫയസ്തജീബു ലഹും. ആ സന്ദർഭത്തിൽ അള്ളാഹു അവർക്ക് ഉത്തരം നൽകുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ചില സമയങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സമയങ്ങളിൽ പോലും നിങ്ങൾ ഈ രൂപത്തിലുള്ള മക്കൾക്കെതിരെയുള്ള നശിക്കട്ടെ, അല്ലെങ്കിൽ അവർക്ക് ദോഷമുണ്ടാകുന്ന രൂപത്തിലുള്ള പ്രാർത്ഥനകൾ നിങ്ങൾ ആ മക്കൾക്കെതിരെ പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, ആ മക്കൾക്ക് പ്രായമായാൽ, വിവാഹപ്രായമായി കഴിഞ്ഞാൽ അവരെ വിവാഹം കഴിപ്പിക്കുക എന്നുള്ളത് രക്ഷിതാക്കളുടെ ബാധ്യതയായിട്ട് റസൂല് പഠിപ്പിക്കുന്നുണ്ട്. വിവാഹപ്രായമായിട്ടും വിവാഹം കഴിപ്പിക്കാതെ അവസാന മക്കൾ വല്ല അബദ്ധത്തിലും തെറ്റിലേക്കും വന്നുപോയാൽ വാപ്പ തെറ്റ് ചെയ്തു എന്നൊക്കെ പണ്ഡിതന്മാര് വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരന്മാരെ, ഇവിടെ മക്കളെ കൃത്യമായി നമ്മൾ നല്ല റൂട്ടിലൂടെ കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ ദുനിയാവിൽ വെച്ച് നമ്മൾ ആവലാതി പറയുകയും ഖേദിക്കുകയും പരലോകത്ത് ആ മക്കള് നമുക്കെതിരെ തിരിയുന്ന ഒരവസ്ഥയും വരും. പരലോകത്ത് പറയും, റബ്ബനാ അരിനല്ലദീന അവല്ലാന. ഞങ്ങളെ പിഴപ്പിച്ച, ഞങ്ങൾക്ക് മാർഗദർശനം നൽകാതെ വഴി കാണിക്കേണ്ട സന്ദർഭത്തിൽ ഞങ്ങളെ അവഗണിച്ച് തള്ളിയ ആളുകളെ അരിന, ഞങ്ങൾക്ക് കാണിച്ചുതാ റബ്ബേ. നജ്അലുഹു തഹ്ത അഖ്ദാമിന. അവരെ ഞങ്ങളുടെ കാലിന്റെ താഴെയിട്ട് ചവിട്ടി ഒരക്കട്ടെ എന്ന് മക്കള് നമുക്കെതിരെ പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യം, ഒരു അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരലോകത്ത് അങ്ങനെ ഒരു സാഹചര്യം വരാനുണ്ട്. വഴി തെറ്റിക്കപ്പെട്ട ആളുകൾ, വഴി തെറ്റിച്ച ആളുകളെ കുറിച്ച് റബ്ബിനോട് പറയുമെന്ന പഴപ്പിച്ച ആളുകളൊന്ന് കാണിച്ചുകൊണ്ട് റബ്ബേ ഒന്ന് പ്രതികരിക്കട്ടെ ഞങ്ങളെന്ന് റബ്ബിന്റെ അടുക്കൽ പറയുന്ന ഒരവസ്ഥ ഇല്ലാതിരിക്കാൻ സഹോദരന്മാരെ പരിശ്രമിക്കുക. മക്കളെ കുറിച്ച് വ്യാകുലപ്പെടുക, റബ്ബിനോട് നിരന്തരമായി പ്രാർത്ഥിക്കുക, അവരുടെ കൂട്ടുകെട്ടുകളെ നിരന്തരമായി നമ്മൾ ശ്രദ്ധിക്കുക. റഹ്മാനായ നാഥൻ നേരായ മാർഗത്തിൽ നമ്മളെയും നമ്മുടെ മക്കളെയും നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വഴിവെച്ചു പോകുന്ന പഴപ്പിക്കുന്ന കൂട്ടുകെട്ടുകളിൽ നിന്ന് റഹ്മാനായ റബ്ബ് നമ്മളെയും നമ്മുടെ മക്കളെയും
കാത്തു രക്ഷിക്കുമാറാകട്ടെ. അറിയാതെ വന്നു പോകുന്ന അബദ്ധങ്ങളിൽ നിന്ന് നമ്മളെയും നമ്മുടെ മക്കളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. മക്കളിലൂടെ, കുടുംബത്തിലൂടെ കൺകുളിർമ ലഭിക്കുന്ന ഒരു സാഹചര്യം റഹ്മാനായ റബ്ബ് നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. മക്കളിലൂടെയുള്ള ഈ ദുനിയാവിൽ വെച്ച് ലഭിക്കുന്ന നിന്ദ്യതയിൽ നിന്ന് റഹ്മാനായ റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമുക്കും മക്കൾക്കും പരലോകത്ത് വിജയം വരിക്കാനുള്ള ഒരു തൗഫീഖ് റഹ്മാനായ റബ്ബ് പ്രദാനം ചെയ്യുമാറാകട്ടെ. റഹ്മാനായ നാഥ, ചെറുതും വലുതുമായ തെറ്റുകളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കാത്തു രക്ഷിക്കണേ റഹ്മാനെ. മരിച്ചുപോയ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് അവരുടെ പാപങ്ങളെ പുറത്ത് മാപ്പാക്കി കൊടുക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് നീ പ്രവേശിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ നമസ്കാരങ്ങൾ, ഞങ്ങളുടെ ദാനധർമ്മങ്ങൾ, ഞങ്ങളുടെ മറ്റു കർമ്മങ്ങളെല്ലാം നീ സ്വാലിഹായ കർമ്മമായി ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ റഹ്മാനെ. റമദാനിനെ ഞങ്ങളിൽ നിന്ന് പൂർണ്ണമായ രൂപത്തിൽ നീ സ്വീകരിക്കണേ റഹ്മാനെ. റമദാനിൽ ഞങ്ങൾ ചെയ്തു പോയ മുഴുവൻ കർമ്മങ്ങൾക്കും പൂർണ്ണ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അബദ്ധങ്ങളെ ഞങ്ങളിൽ നിന്നും നീ ദൂരീകരിച്ച് സുബദ്ധങ്ങളാക്കി ഞങ്ങൾക്ക് നീ അതിനെ മാറ്റിത്തരണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർ വാലിദൈനാ മിനൻ നാർ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.